തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM BJP ഡീലുണ്ടെന്ന ആരോപണം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLA. 2021 പ്രധാനമന്ത്രി വരെ കഴക്കൂട്ടത്തെത്തി പ്രചാരണം നടത്തിയിട്ടും വൻ ഭൂരിപക്ഷത്തിലാണ് താൻ ജയിച്ചത്. ജയിക്കാൻ ഒരു ഡീലിന്റെയും ആവശ്യമില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൽ കേരളത്തിൽ വന്ന ഏക മണ്ഡലം അതായിരുന്നു കഴക്കൂട്ടം. പക്ഷെ ജനങ്ങൾ നേരത്തെ ഉള്ളതിൻ്റെ 3-ലധികം ഇരട്ടി 25,000-ഓളം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് എന്നെ ജയിപ്പിച്ചത്. എൻ്റെ ഡീൽ ജനങ്ങളുമായിട്ട് മാത്രമാണ്. എനിക്ക് ഡീലുണ്ട്. അതാരുമായിട്ടെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ കക്ഷി വ്യത്യാസമില്ലാത്ത ജനങ്ങളുമായിട്ടാണ്. RB സനൂപ് ചേരുന്നു. സനൂപ്, ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം? അത് എത്രത്തോളം ചർച്ചയായിട്ടുണ്ട്? തന്നെയാ ഇന്നലെയാണ് ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകൻ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പുകളിൽ കടകംപള്ളി സുരേന്ദ്രനും BJPയും തമ്മിൽ ഡീലുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പ്രത്യുപകാരമായിട്ട് ജയിപ്പിക്കുന്നു. അതിനു മുമ്പേ കോർപ്പറേഷനിൽ BJPക്കാരെ CPM ജയിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഡീലാണ് പറഞ്ഞത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അതിനൊരു വിശദീകരണം നൽകിയത്. അദ്ദേഹം പറഞ്ഞത് ഡീലുണ്ട്, പക്ഷേ അത് ഈ പറയുന്ന പോലത്തെ CPM BJP ഡീലല്ല, തന്റെ ഡീല് ജനങ്ങളുമായിട്ടാണ്. ഈ 2016 ജയിക്കുമ്പോഴും 2021 ജയിക്കുമ്പോഴും ഈ പറയുന്ന പോലത്തെ ഡീല് വെച്ചല്ല ജയിച്ചത്. തനിക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ 2016 7,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതും 2021 അത് 20,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യുന്നത്. എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ് തനിക്കുള്ളത്. അത് ഈ തന്റെ മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസ് കൗൺസിലർമാരുണ്ട്, BJP കൗൺസിലർമാരുണ്ട്. ഇവരെല്ലാം തന്നെ എല്ലാവരുമായിട്ടും വ്യക്തിപരമായിട്ട് നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന കൗൺസിലർമാർ അടക്കം തന്നെ എപ്പോഴും പുകഴ്ത്തുന്നത്. അത് അവിടെ ചെയ്ത നല്ല പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്നുണ്ട്. തനിക്ക് ഡീലുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുമായിട്ട് മാത്രമാണ് ഡീലെന്ന കാര്യമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ചെമ്പഴന്തി LC അംഗമായിട്ടുള്ള ആനി അശോകനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ലോക്കൽ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. മുമ്പ് ഇതേപോലെ 2 തവണ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ്, പക്ഷേ പിന്നീട് തിരികെ എടുക്കുകയായിരുന്നു. അധികാര മോഹമാണ്, ആർത്തിയാണ് ആനി അശോകൻ എന്നാണ് ഇപ്പോൾ CPM-ഉം പറയുന്നത്. ഈ മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ട്. അതിനുശേഷം പാർട്ടിയുടെ പല പദവികളിലും ആനി അശോകന് സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും തീരാതെ ഓരോ സമയത്തും ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പാർലമെന്ററി മോഹമല്ല, പാർലമെന്ററി വ്യാമോഹമാണ് ആനി അഗസ്റ്റിൻ എന്നാണ് CPM പാർട്ടി ഇപ്പോൾ പറയുന്നത്. LC അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ഇനിയിപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ട ശുപാർശ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ധന്യ. ശരി സനൂപ്.